അതേസമയം ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് എംഎൽഎക്കെതിരെ കടുത്ത നടപടി വേണ്ട എന്നാണ് CPMന്റെ തീരുമാനം. MLA സ്ഥാനം ഒഴിയേണ്ടതില്ല എന്നാണ് പാർട്ടി നിലപാട്. വിവരങ്ങൾ ഡി ബിനോയ് നൽകും. ബിനോയ്, ഇപ്പോൾ മുകേഷിനെ തള്ളാനോ കൊള്ളാനോ ആകാത്ത ഒരു സാഹചര്യത്തിൽ പാർട്ടി തുടരുകയാണ്. എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധം ഇക്കാര്യത്തിൽ സമ്മർദ്ദം ശക്തമാകുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തെ നമുക്ക് എങ്ങനെ കാണേണ്ടതുണ്ട്? ഫിജി, BJPയും കോൺഗ്രസും ഒരുപോലെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മുകേഷ് MLA രാജിവെക്കേണ്ട അല്ലെങ്കിൽ MLA സ്ഥാനം ഒഴിയേണ്ട എന്ന നിലപാട് കടുപ്പിച്ചു തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴത്തെ രണ്ട് MLA മാർ, കോൺഗ്രസ് MLA മാരുടെ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ചും കോവളം MLA-യും ഒപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയും ഇതുപോലെ പീഡന കേസിൽ പ്രതിയായവരാണ്. ഇവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുന്നു. എന്നാൽ ഈ രണ്ടുപേരും ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുന്നു എന്നുള്ള വാദം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിലവിൽ CPM പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും മുകേഷിനെ ഒഴിവാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നതാണ് നമുക്കിപ്പോൾ അവസാനം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വിവരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അധ്യക്ഷൻ കൂടിയായ ഷാജി N കരുൺ സർക്കാരിനെ സമീപിക്കും. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചെത്തി കഴിഞ്ഞാലുടൻ തന്നെ അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും. മുകേഷിനെ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാനാണ് സാധ്യത. അതേസമയം MLA സ്ഥാനത്ത് തുടരും. നിലവിൽ ഇപ്പോൾ CPMന്റെ വിലയിരുത്തൽ അനുസരിച്ച് മുകേഷിനെ MLA സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയാവും. പരാജയം സർക്കാർ സമ്മതിക്കുന്നതിന് തുല്യമാവും. അത്തരത്തിൽ മുകേഷിനെതിരെ നാൾക്കുനാൾ പരാതികളുടെ എണ്ണം കൂടുന്നുണ്ട് എങ്കിൽ പോലും പാർട്ടി രാഷ്ട്രീയപരമായി കാണുന്നത് ഇനി മുകേഷിനെ അവിടുന്ന് MLA സ്ഥാനത്ത് ഒഴിവായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ തിരിച്ചടി ചെറുതല്ല. പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് കൂടിയായ കൊല്ലം ഒരുപക്ഷെ നഷ്ടമാകും. അത് പിന്നീട് കോൺഗ്രസിന് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം BJPയും നിലപാട് കടുപ്പിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും വളരെ വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്, മുകേഷിന്റെ രാജിക്കപ്പുറം മറ്റൊന്നും പാർട്ടിക്ക് ചോദിക്കാനില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ നടത്തിയത്. ഇനി കോൺക്ലേവിൽ പങ്കെടുക്കാൻ മുകേഷ് എത്തുകയാണെങ്കിൽ ആ കോൺക്ലേവിനെതിരെ തന്നെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് BJP വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പാർട്ടിയെയും CPMനെയും വലിയ തരത്തിൽ വെട്ടിലാക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി തിരിച്ചെത്തിയതിന് ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ സാധ്യത. ശരി ബിനോയ്.